ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളൊരു വണ്ടി നോക്കാൻ വേണ്ടി കൊല്ലത്തോട്ട് പോവാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അനന്തമുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് രണ്ടുപേരെ പിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണെന്ന്. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ ആറ്റിങ്ങൽ എത്തിയിരിക്കുന്നു. ആറ്റിങ്ങൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ആറ്റിങ്ങൽ ഇനിയിപ്പോൾ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ ഈ ആറ്റിങ്ങൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവത്തില്ല. അതാണ് മെയിൻ കേസ്. പോട്ടെ, ഈ സൈഡ് കൊള്ളാം. അടുത്ത കാർ സമയം 1:30 ആയിട്ടും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട്. ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തിരക്ക് കാര്യങ്ങളൊന്നും കാണത്തില്ല. പ്രിയദർശിനിയുടെ വണ്ടി പോകുന്നു, KSRTC സൗജന്യ യാത്ര. ഓക്കെ, കേട്ടിക്കാം. പോട്ടെ, ഇല്ല പയ്യെ ഇറക്കി അത് പോട്ടെ. പോട്ട് അങ്ങനെ ഇറങ്ങും. പോട്ടെ, നേരെ നമ്മൾ മണനാക്ക് പോകണം. കൊല്ലമ്പുഴ ഇതുവഴി പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അതുവഴി കട്ട് ചെയ്ത് കയറിപ്പോൾ മണനാക്ക് പോകണം. റിയാസൊക്കെ മണനാക്കിൽ നിൽപ്പുണ്ട്. റിയാസൊക്കെ പിക്ക് ചെയ്യണം. ഇവിടെ ഒരു ഇതിൻ്റെ പണി നടക്കും കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിമയുടെ ഏകദേശം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മഹാവിഷ്ണു പ്രതിമയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ആറ്റിങ്ങലിൽ ബൈപ്പാസിൻ്റെ പണി ഒന്നും ആയിട്ടില്ല, വർക്ക് നടക്കുവാണ്. റോഡ് ഫുള്ള് അപ്പോൾ ഇന്ന് കൊല്ലത്തോട്ടാണ് പോകുന്നത്. ഞങ്ങളവിടെ ഒരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൊല്ലത്ത് പോകുന്നത്. അപ്പോൾ കൂടെ ഇന്ന് റിയാസ്ക മണി എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ 4 പേരും കൂടെ കൊല്ലത്തോട്ട് പോവാണ്. ഡ്രൈവിംഗ്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് മണനാക്കിലോട്ടാണ് കേട്ടോ. മണനാക്കിൽ നമ്മുടെ റിയാസിക്ക് നിൽപ്പുണ്ട്. അപ്പോൾ റിയാസിക്കെ പിക്ക് ചെയ്യണം. റിയാസിക്കെ പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ നാവായിക്കുളത്ത് പോകും. നാവായിക്കുളത്താണ് മണി നിൽക്കുന്നത്. അപ്പോൾ മണിയെ അവിടെ നിന്ന് പിക്ക് ചെയ്യാം. നമ്മുടെ തെക്കതിൻ്റെ ഒരു വണ്ടി കിടക്കുന്നു കേട്ടോ, 49 സീറ്റ് വരെ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ആളെ പിക്ക് ചെയ്ത് റിയാസ് കയറി കേട്ടോ. അപ്പോൾ റിയാസിക്കെ പിക്ക് ചെയ്ത് തന്നെ നമ്മൾ നാവായിക്കുളത്ത് പോയിട്ട് മണിയെ പിക്ക് ചെയ്യണം. അത് നമ്മുടെ രണ്ടാമത്തെ ടാസ്ക്. എന്നിട്ട് നേരെ നമുക്ക് കൊല്ലത്തോട്ട് പോകണം. കൊല്ലത്തോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ വരണം കേട്ടോ. അത് അവിടെ സ്പെൻഡ് ചെയ്യാൻ അധികം ടൈമൊന്നുമില്ല. വണ്ടി പോയി നോക്കുക, ഓക്കെ ആണെങ്കിൽ അത് ഡീൽ ചെയ്യുക, തിരിച്ച് വരിക. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നാവായിക്കുളത്തിൻ്റെ സുന്ദരൻ വരുന്നുണ്ട്. കല്യാണം അളിയാ? ഞാനാണ്ട മുണ്ടൊക്കെ എടുത്ത് ചെത്തായിട്ട് വരിക. മുണ്ടെടുത്ത് വന്ന മണിയും കളിയാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നേരെ ഇനി കൊല്ലത്തോട്ട് പോവാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്. അവിടെ റോഡ് പണി നടക്കും കേട്ടോ, നാവായിക്കുളത്ത് മുക്കട ആ ഭാഗത്ത്. ഈ വീഡിയോസ് കാര്യങ്ങൾ ഈ വഴിയൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. കാരണം ഈ ഇടയ്ക്ക് ന്യൂസ് ചാനൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ ദീപു നാവായിക്കുളം, നമ്മുടെ കോമഡിയിലൊക്കെ ഉള്ള പുള്ളിയുടെ വീഡിയോയിൽ വൈറലായ ഒരു സ്ഥലം കേട്ടോ ഇത്. കാരണം അന്ന് മൊത്തം വെള്ളക്കെട്ടായിരുന്നു. ഇപ്പം വെള്ളമൊക്കെ മാറിയിട്ട് അവിടെ റോഡ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് അന്ന് ദീപു അന്ന് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോവുക, കൊല്ലത്തോട്ട് പോകണം. അങ്ങനെ നമ്മളൊന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ വണ്ടിയുടെ കേസെല്ലാം കഴിഞ്ഞു, ഓക്കെ ആയി. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീണ്ടും പോവാണ്. അപ്പോൾ ഇനി എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ അതിനിപ്പം കട നോക്കി പോവാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോകാനും. അപ്പോൾ പോയ കാര്യം നടന്നിട്ടില്ല. വണ്ടി കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അങ്ങ് ബോധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ട് തന്നെ. അപ്പോൾ പിന്നെ വിചാരിച്ചൊരു മന്തി കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ മന്തിക്കട തപ്പിയുള്ള പോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് B16 കഫേ, കല്ലമ്പലത്ത് ഒരു പുതിയൊരു റെസ്റ്റോറൻ്റ് കേട്ടോ. അപ്പം നല്ല ഇവിടുത്തെ മന്തി കാര്യങ്ങൾ അൽഫം എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വന്നു. നേരെ ഞങ്ങൾ 4 പേര് ഓർഡർ ചെയ്തു കേട്ടോ.
നമ്മളിപ്പോൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡ് കൊണ്ടുവന്നു, വേറെ പ്രശ്നമോ കാര്യങ്ങളതെല്ലാം അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കാര്യങ്ങൾ കഴിച്ചു. നേരെ അവിടെ നിന്ന് നമുക്ക് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇവർ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നാവായിക്കുളത്ത് മണിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം പോകാനേ. എടുത്തു വെച്ചാ ഓ വെള്ള പെയിൻറ്റ്, അതുകൊണ്ട് അവിടെ വണ്ടിയാണോ? അവിടെ ഒരു ചേട്ടൻ പെയിൻറ്റ് പാട്ടുണ്ടോ? പെയിൻറ്റ് റോഡിൽ മറിഞ്ഞു. ഉണ്ടോ അതിൻ്റെ അകത്ത് പെയിൻറ്റ് ഉണ്ടേ, അതുകൊണ്ട് തൂക്കിക്കൊണ്ട് പോകണണ്ട. ഉണ്ട് 3. എന്താണ് ഇവിടെ മൊത്തം പോയി? ഇതിൻ്റെ അകത്ത് ഓ ഷിറ്റ് മണി. അപ്പോൾ ഓക്കെ ബൈ. മണി പോകുന്നു ഗൈസ്. അങ്ങനെ റിയാസിക്ക് ഇറക്കി ഞങ്ങളിതാ വീണ്ടും തിരിച്ച് ആറ്റിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ന് ഇറങ്ങിയ പരിപാടിയൊന്നും നടന്നിട്ടില്ല, വണ്ടി എന്തായാലും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ വിട്ടു, ഇനിയിപ്പോൾ വേറെ വണ്ടി നോക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ പേഴ്സണലി പോയ ആവശ്യം നടന്നു. നമ്മുടെ വണ്ടിക്ക് അതുപോലെ തന്നെ നാളെ ഒരു ഓട്ടോ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ ഫ്രം ഗോകുൽ.